ഹലോ ഗൈസ്, കേരള ട്രാവൽ പാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടുക്കി ജില്ലയിലെ അതിമനോഹരമായ വ്യൂ പോയിൻ്റായ കോട്ടപ്പാറ വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വണ്ണപ്പുറം സിറ്റിയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രമേ കോട്ടപ്പാറ വ്യൂ പോയിൻറ്റിലേക്കുള്ളൂ. അത്യാവശ്യം നല്ല കയറ്റം കയറി തന്നെ വേണം ഈ സ്ഥലത്ത് എത്താനായിട്ട്. വരുമ്പോൾ ഇവിടെ ഒരു മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ കാണുന്ന ഈ ചെറിയ വഴിയിലൂടെയാണ് ഉള്ളിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത്. അപ്പോൾ കോട്ടപ്പാറ വ്യൂ പോയിൻ്റ് കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 5 മണിക്കും 7 മണിക്കും ഇടയ്ക്കാണ് നമ്മളിവിടെ വരേണ്ടത്. ആ സമയത്ത് വന്നാലാണ് നമുക്ക് അതിമനോഹരമായ കാഴ്ചകളിവിടെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളാണെങ്കിലും വന്നപ്പോൾ നമുക്ക് അബദ്ധം പറ്റിപ്പോയി. നമ്മൾ ഇച്ചിരി താമസിച്ച് പോയി. പക്ഷേ അധികം താമസിച്ചിട്ടില്ല, എന്നാലും ഒരു 7:30 കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വ്യൂ എത്രത്തോളം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. ഈ ചെന്ന് ചാടുന്നതാണ് കോട്ടപ്പാറ വ്യൂ പോയിൻ്റ്. നമുക്ക് ഏകദേശം ഇവിടുന്ന് തന്നെ വ്യൂ പോയിൻറ്റിൻ്റെ അതിമനോഹരമായ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ മഞ്ഞ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അടുത്ത് ചെന്നാലാണ് അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ വിചാരിച്ചത്രയും മഞ്ഞും കാര്യങ്ങളും ഇല്ല എന്നാണ് തോന്നുന്നത് തന്നെ. അങ്ങനെ നമ്മൾ കോട്ടപ്പാറയുടെ ഒരു അതിമനോഹരമായ കാഴ്ചയിലൂടെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വന്ന സമയവും തെറ്റിപ്പോയി, മഞ്ഞും കുറവാണ്, വലിയ കാഴ്ചയൊന്നുമില്ല. പക്ഷേ അങ്ങ് അകലെയായിട്ട് നമുക്ക് നല്ല രീതിയിൽ മഞ്ഞിറങ്ങി കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സാധാരണ ഇപ്പോൾ നിൽക്കുന്ന ഈ കോട്ടപ്പാറയുടെ ഈ പാറയുടെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ ഈ കാണുന്ന അകലെ കാണുന്ന പോലെ മഞ്ഞുണ്ടെന്നാണ് എല്ലാവരും പറയണത്. പക്ഷെ നമ്മുടെ സമയദോഷമാണോ എന്താണോ നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ കാണാൻ സാധിച്ചിട്ടില്ല. വീഡിയോയിൽ കാണുന്നേക്കാൾ അതിമനോഹരമായിട്ടാണ് നമുക്ക് ഇവിടെ വന്ന് ഈ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുമുണ്ട്. ഇപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ട്. പക്ഷേ വന്നവരെല്ലാവരും ഒരു നിരുത്സാഹപ്പെട്ട രീതിയിലാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്, മഞ്ഞ് കുറവായതുകൊണ്ട്. പക്ഷേ അകലെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ മഞ്ഞിൻ്റെ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. നമ്മൾ പോയ സമയത്ത് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ മഞ്ഞ് കുറവാണ്. ഇവിടെ അത്യാവശ്യം ഒരു മഴ പെയ്ത് മാറുന്ന സമയത്താണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മഞ്ഞുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല തണുപ്പും നല്ലൊരു തണുത്ത കാലാവസ്ഥയും മൂടൽമഞ്ഞും ഒക്കെ ആയിട്ട് ഒരു വളരെ നല്ലൊരു മനോഹരമായ ഒരു അവസ്ഥയാണ് നമുക്ക് ഈ പാറയുടെ മുകളിൽ വരുമ്പോൾ കിട്ടുന്നത്. നല്ല രീതിയിൽ ഇതിൻ്റെ താഴേക്ക് നമുക്കിപ്പം മഞ്ഞ് കുറവായതുകൊണ്ട് തന്നെ വ്യൂ പലതും കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല മനോഹരമായ കാഴ്ചകളാണ് അങ്ങ് അകലെ നിന്ന് നമുക്ക് കിട്ടുന്നത്. തൊട്ടടുത്ത് മൂടൽമഞ്ഞില്ലെങ്കിലും അകലെ കാണുന്ന മൂടൽമഞ്ഞിനെ ആസ്വദിച്ചുകൊണ്ടാണ് ഇപ്പം നിലവിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും കണ്ട് ആസ്വദിച്ച് കുടുംബസമേതം തിരിച്ചു പോകുന്നതൊക്കെ. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഈ അകലെ കാണുന്ന മൂടൽമഞ്ഞ് ഇത്രയും മനോഹരമായൊരു കാഴ്ച നമുക്ക് തരുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് മൂടൽമഞ്ഞുണ്ടെങ്കിലുള്ള അവസ്ഥ പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം തീരുമാനിച്ചു, ഇനി എന്തായാലും അടുത്ത ഇവിടെ മൂടൽമഞ്ഞ് എപ്പോൾ ഇറങ്ങുന്നു ആ സമയത്ത് എന്താണെങ്കിലും നമ്മളിവിടെ വന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കും. കാരണം ഇത്തവണ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അത്രയും നല്ല രീതിയിൽ മൂടൽമഞ്ഞുള്ളൊരു വീഡിയോ കിട്ടിയില്ല. പക്ഷെ നമ്മൾ വന്നിരിക്കും ഒന്നുകൂടി. നമ്മൾ വന്ന സമയം കറക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സൺറൈസും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. കോട്ടപ്പാറ വെച്ച് നമുക്ക് സൺറൈസ് കിട്ടിയില്ല. പക്ഷെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് കാളിയാർ എസ്റ്റേറ്റിൻ്റെ താഴെ നിന്ന് നമുക്ക് നല്ലൊരു മനോഹരമായ സൺറൈസ് കിട്ടി. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.